നമ്മൾ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ബുക്സിലും എക്സിബിഷനിലൊക്കെയാണ് നമ്മൾ വോൾക്കാനസ് കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബറിൽ വോൾക്കാന കാണാൻ പോയിരുന്നു. നമ്മൾ ഇന്തോനേഷ്യയിലുള്ള ബ്രോമൈലാണ് കാണാൻ പോയത്. എൻ്റെ ഒരു 40 മെമ്പർ ഓഫ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ എത്തിയത് രാത്രി ടൈമായിരുന്നു. ആ റിസോർട്ടിൽ നിന്നുള്ള വ്യൂ ഒന്നും ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുലർച്ചെ ഞങ്ങൾ എന്ത് ചെയ്തു, 2:45 സമയത്ത് അതിൻ്റെ ഒരു സൺറൈസ് വ്യൂ കാണാൻ പോയി. ഒരു 4:30 മണിയാകുമ്പോൾ അവിടെ എത്തി. ആ സൺറൈസ് കാണാൻ വേണ്ടി അത്രയും ആൾക്കാരവിടെ കൂടിയിട്ടുണ്ട്. പല ഭാഗത്തും പിക്ചർ എടുക്കാനും ഡ്രോൺ ഷോട്ട് എടുക്കാനും ഒരുപാട് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സൂര്യൻ പൊങ്ങി വന്ന സമയത്ത് വളരെ രസമായിരുന്നു അത് കാണാൻ. നമുക്ക് ഏകദേശം ഒരു 1 to 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് കാണാൻ പറ്റും. അതിൻ്റെ അടിയിൽ വരെ നമുക്ക് പോകാൻ പറ്റും. വോൾക്കാനൊക്കെ നമുക്ക് കയറി പോകാനും നമുക്ക് പറ്റും. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങളൊരു ഡെസേർട്ടിലൂടെ ചെറിയ ഡ്രൈവൊക്കെ ചെയ്തിട്ട് ഈ വോൾക്കാൻ്റെ അടിയിലെത്തി. എന്നിട്ട് ആ വോൾക്കാനം കാണാൻ മുകളിലോട്ട് കയറിപ്പോയി ഞങ്ങൾ. അത് എങ്ങനെയാ വെച്ചാൽ അങ്ങോട്ട് നടന്നു പോവാം, കുതിരപ്പുറത്ത് പോവാം. 100 to 200 സ്റ്റെപ്പ് കയറിയ ശേഷം നമുക്ക് വോൾക്കാനം അതിലോട്ട് കാണാൻ പറ്റും. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് അത് കാണുന്നു ഞാനത്. ഇന്തോനേഷ്യയിൽ ആക്ച്വലി ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും നമുക്ക് വോൾക്കാനോസ് കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു പ്ലേസിൽ യാത്ര ചെയ്തെന്ന് മാത്രം. അതുപോലെ തന്നെ ഒരുപാട് ഹിഡൻ ഐലൻഡ്സ് ഉണ്ട്. കൊമോണ്ടോ, ഭീമൻപല്ലികളൊക്കെ ഉള്ള ഐലൻഡുകളുണ്ട്. അത് മാത്രം താമസിക്കുന്നുണ്ട്. ലംബോക്കർ ഐലൻഡുകളുണ്ട്. ഗിലി ഐലൻഡ്സ് ഉണ്ട്. ഗിലി മെനോ, ഗിലി അയർ, ഗിലി തറക്കൊണ്ടു എന്നുള്ള ഒരുപാട് ഐലൻഡ്സുകളുണ്ട്. യൂഷ്വലി മലയാളീസ് പോകുന്നത് ബാലി, അതല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ജക്കാർത്ത. ഇങ്ങനെയുള്ള ഒരുപാട് ഹിഡൻ പ്ലേസിലുള്ള PDF നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാവൽ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഇന്തോനേഷ്യയിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ അയച്ചു തരുന്നതാണ്.